فيا أيها الناس أوصيكم عباد الله بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും, സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരണപ്പെടുവാനും ശ്രമിക്കണമെന്നും അതിനായി നിലകൊള്ളണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ഒരുപാട് അനിശ്ചിതത്വങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗമാണ്. പല കഴിവുകളും ശേഷികളും തൻ്റേടങ്ങളും തീരുമാനങ്ങളും നിശ്ചയദാർഢ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ അപ്പുറമായ ജീവിത സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നത് ഒരു അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹീമിലെ 3 ആയത്തുകളും അതിൻ്റെ ആശയവും നാം ഇന്ന് ശ്രദ്ധിക്കുന്നു. ഖാലത്ത് റുസുലുഹു അഫില്ലാഹി ഷക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള് യദ്ഉക്കും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മ ഖാലൂ ഇൻ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉനാ ഫഅ്തൂനാ ബിസുൽത്താനിൻ മുബീൻ. പ്രവാചകർ ജനങ്ങളോട് ചോദിച്ചത്, ആകാശഭൂമികൾ അഥവാ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുന്നുവോ? അല്ലാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്നും അതിൻ്റെ തീരുമാനങ്ങൾ അവനിൽ മാത്രമാണെന്നും അവനാണതിൻ്റെ നിയന്താവ് എന്ന കാര്യത്തിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് യദ്ഉക്കും ലിയഗ്ഫിറ ലക്കും, നിങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും പുറത്തു തരുന്നതിന് വേണ്ടി അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾക്ക് അവൻ നിർണയിച്ച ഒരു കാലപരിധി വരെയും നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയും അവൻ ഉദ്ദേശിക്കുന്നു. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പോൾ ജനങ്ങളുടെ മറുപടി, ഖാലൂ ഇൻ അന്തും ഇല്ലാ ബശറുൻ മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ കാർന്നവന്മാർ ആരാധിച്ചു പോന്നിരുന്ന ആചരിച്ചു പോന്നിരുന്ന ആരാധനാരീതികളെയും അനുഷ്ഠാനങ്ങളെയും ആചാരമര്യാദകളെയും ഞങ്ങളിൽ നിന്ന് വിലക്കുന്നതിനും തടയുന്നതിനുമാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. ഫഅ്തൂനാ ബിസുൽത്താനിൻ മുബീൻ, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ
ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ അടയാളങ്ങളും തെളിവുകളും കൊണ്ടുവരണം. വളരെ പ്രാധാന്യമുള്ള സൂറ ഇബ്രാഹീമിലെ 10-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അതിൽ ഒരാക്ഷേപം ഉന്നയിച്ചത് അംബിയ മുർസലുകൾ മനുഷ്യരാകുന്നു എന്നത് ഒരു വലിയ കുറവായിട്ടാണ് അവർ കണ്ടത്. അമ്പിയാക്കന്മാർ മനുഷ്യരാണ് എന്നത് വളരെ കൃത്യമായി ഖുർആൻ എടുത്തുദ്ധരിച്ചതാണ്. അപ്പം മുൻകാലങ്ങളിൽ നബിമാരെ നിഷേധിക്കാനുണ്ടായ ഒരു കാരണം അവർ മനുഷ്യരാകുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടും പരിഹാസം വിളമ്പിയിട്ടുമാണ് പൂർവകാലത്ത് ജനങ്ങൾ അമ്പിയാക്കന്മാരെ നിഷേധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ തെളിവുകൾ കൊണ്ടുവരണം. അതിനു മറുപടി ഖാലത്തുലഹും റുസുലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും. അപ്പോൾ അംബിയ മുർസലുകൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്. വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു അവൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചില അനുഗ്രഹങ്ങൾ ചെയ്യുന്നു. അഥവാ പ്രവാചകത്വം നൽകുന്നു, റിസാലത്ത് നൽകുന്നു, വഹ്യുകൾ നൽകുന്നു. അതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് ഞങ്ങൾ. നിങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വ്യത്യാസം അള്ളാഹു ഞങ്ങളുടെ മേൽ പ്രത്യേകമായ ഔദാര്യം വർഷിക്കുന്നു എന്നതത്രേ. വമാ കാന ലനാ അൻ നഅ്തിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാ. അള്ളാഹുവിൻ്റെ തീരുമാനവും നിശ്ചയവും കൽപ്പനയുമില്ലാതെ ഒരടയാളവും ഞങ്ങളാൽ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നത് തെളിവുകളാണ്, അത്ഭുതങ്ങൾ, അമാനുഷികതകൾ, നിങ്ങളെ അതിശയിപ്പിക്കുന്ന അതിശയങ്ങൾ, നിങ്ങളെ ജിജ്ഞാസപ്പെടുത്താവുന്ന കാര്യങ്ങൾ. ഇതൊന്നും നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സ്വമേധയാ കഴിയുകയില്ല. അപ്പോൾ പൂർവകാലത്ത് നബിമാരെ നിഷേധിച്ചിരുന്നത് മനുഷ്യർ എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടാണ്. പ്രവാചകന്മാരെല്ലാം ഞങ്ങൾ മനുഷ്യരെ തന്നെയാണ് എന്ന് ആദ്യം പറയുകയും നിങ്ങളിൽ നിന്നൊരു വ്യത്യാസം ഞങ്ങൾക്ക് അല്ലാഹു ചെയ്തിട്ടുള്ളത് വഹ്യും റിസാലത്തും നുബുവത്തുമാണ്, അതവൻ തിരഞ്ഞെടുക്കുന്ന ദാസന്മാർക്ക് അവൻ നൽകുന്ന മഹാ അനുഗ്രഹമാകുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വമേധയാ ഒരടയാളവും കാണിക്കാൻ ഞങ്ങളാൽ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്നിട്ട് അംബിയ മുർസലുകൾ പറഞ്ഞൊരു മറുപടിയാണ്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസം അംഗീകരിച്ച ആളുകൾ അല്ലാഹുവിൽ എല്ലാം സമർപ്പിക്കുക. ഈമാനുള്ള ആളുകൾ അല്ലാഹുവിൽ അവരെയും അവരുടെ അഖില പ്രശ്നങ്ങളും ജീവിതവും അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവർ സ്വതന്ത്രരാകും. അവരുടെ മനസ്സും ജീവിതവും ചുറ്റുവട്ടങ്ങളും പ്രയാസങ്ങളും അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അവർ വഹിക്കാതെ, അതിനകത്ത് അവർ സമ്മർദ്ദം അനുഭവിക്കാതെ, അവർ മാനസികമായി ഭയവിഹ്വലതയിലകപ്പെടാതെ, ജിജ്ഞാസയും കുറ്റബോധവും നിലനിർത്താതെ എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കണം. അപ്പോൾ അവർ പൂർണ്ണമായി സ്വതന്ത്രരായി മാറും. അങ്ങനെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പോൾ മുഅ്മിനുകൾ നൽകിയ ഒരു മറുപടി, വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്. അല്ലാഹുവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഖില വിഷയങ്ങളും ഭരമേൽപ്പിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്. അല്ലാഹുവിൽ ഞങ്ങൾക്ക് തവക്കുൽ ചെയ്യുന്നതിന്
യാതൊരു തടസ്സവുമില്ല, അതിന് ഒരു വിമ്മിഷ്ടതകളും ഞങ്ങളുടെ ജീവിതത്തിലില്ല. വഖദ് ഹദാന സുബുലന, അള്ളാഹു ഞങ്ങൾക്ക് കൃത്യമായ വഴികളിൽ മാർഗദർശനം നൽകി. ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനായ അള്ളാഹു ഹിദായത്ത് നൽകി. സിറാത്തുൽ മുസ്തഖീമിൽ അവൻ എത്തിക്കുകയും ചെയ്തു. ഈ പരിതസ്ഥിതിയിൽ അള്ളാഹുവിലെല്ലാം ഏൽപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് തടസ്സമാണുള്ളത്? ഞങ്ങളെ നയിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഞങ്ങളെ എത്തിച്ചതും മാർഗം നൽകുന്നതും എല്ലാം അള്ളാഹുവാണ്. വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന വിഷമതകളിൽ ഞങ്ങൾ ക്ഷമ അവലംബിക്കുന്നതാണ്. നിങ്ങളുടെ മർദ്ദനം, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്, നാട് കടത്തുന്നത്, ബഹിഷ്കരിക്കുന്നത്, ഇതെല്ലാം ഈദാകളാണ്. വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ലവലേശം ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വാസികളാണ്. അംബിയാ മുർസലുകൾ ജീവിതത്തിലെല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവരാകുന്നു. ഞങ്ങളും തവക്കുൽ ചെയ്തിരിക്കുന്നു. അതിനൊരു തടസ്സവുമില്ല. നിങ്ങൾ ഏൽപ്പിക്കുന്ന, നിങ്ങളുണ്ടാക്കുന്ന എല്ലാ വിഷമതകളിലും ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യുന്നു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ, അതല്ല അവർ സ്വയം പേറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരതിൻ്റെ ഭാരം വഹിച്ച് തന്നെ ഈ ലോകത്തില്ലാതാകും, ഞെരിഞ്ഞമർന്ന് നഷ്ടപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന എല്ലാ വിശ്വാസികളും സർവവും പടച്ചവനിലേക്ക് വിടുക. എന്നിട്ട് അവൻ്റെ തീരുമാനത്തിൽ എന്ത് ജീവിത സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ ക്ഷമയെ അവലംബിച്ച് ജീവിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇമ്രാനിൻ്റെ അവസാനത്തെ ആയത്ത്, അഥവാ 200-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഈസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. അപ്പോൾ ആയത്തിനകത്ത് പ്രതിപാദിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സഹാബികൾ അല്ലെങ്കിൽ മുഅ്മിനുകൾ എക്കാലവും ഉണ്ടായിരുന്ന വിശ്വാസികളുടെ മറുപടിയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാനിൽ അവസാനിപ്പിച്ചപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷ്മതയോടെ പാലിച്ച് നിയമങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് നിങ്ങൾ ജീവിക്കുക. ഈസ്ബിറു വസാബിറു വറാബിത്തു, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിലൊന്ന് സ്വയം ക്ഷമിക്കാനുള്ള ശീലം വളർത്തിയെടുക്കുക. 2 പരസ്പരം ക്ഷമിക്കാനുള്ള അവസരമുണ്ടാകണം. അന്യോന്യം ക്ഷമിക്കണം. സ്വയം ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളിലും സ്വയം ക്ഷമ അവലംബിക്കാനുള്ള താക്കത്തുണ്ടാകണമെന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സ്ത്രീ കയർത്ത് സംസാരിച്ചപ്പോൾ നബിയെ തിരിച്ചറിയാതെയാണ് ആ ഏർപ്പാട്. അവസാനം ഇത് പ്രവാചകനാണെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് മനസ്താപമായി, കുറ്റബോധമായി. ഉടനെ ക്ഷമാപണം നടത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഇത് സ്വയം സഹിക്കുക എന്നത് ആ വിഷയത്തിൻ്റെ തുടക്കത്തിലും ആരംഭത്തിലും അത് അനുഭവിക്കുമ്പോഴുമാണ്. നിങ്ങൾ അതിൽ വെപ്രാളപ്പെട്ടതിന് ശേഷം പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സ്വയം ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുക എന്നത് ശീലിക്കേണ്ടി വരുന്നത്. 2, നിങ്ങൾ പരസ്പരം ക്ഷമ അവലംബിക്കേണ്ടവരാണ്. അന്യോന്യം എന്നർത്ഥം. ഇസ്ബിറു എന്നാണ് ആദ്യത്തെ കൽപ്പനയെങ്കിൽ രണ്ടാമത്തത് സാബിറു എന്നാണ്. വറാബിത്തു, നിങ്ങൾ പരസ്പരം ഒറ്റക്കെട്ടാകണം, ബന്ധിതരാകണം, യോജിപ്പുള്ളവരാകണം, ഒരുമിച്ച് നിൽക്കുന്നവരാകണം.
ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് സഹാബികളെ വളരെ വിവരിച്ച് ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോഴാണ് ഒരു വീടിൻ്റെ ഒരു കട്ട മറ്റൊരു കട്ടയെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഒരു വീട് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു, അതിൽ ഓരോ അംശവും. അതുപോലെയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. കേവലം ഒരു ഇഷ്ടിക മാത്രമാണ്. പക്ഷെ ഒന്നിനെ സ്വീകരിക്കുകയും മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു വീടാകുന്നത്. അതാണ് മുസ്ലിം ഉമ്മത്ത് രൂപപ്പെടുന്നത് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ സൂറത്ത് ഹുജറാത്തിൻ്റെ വിവരണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഒരു ശരീരം ഒരു വ്യക്തിയെ പോലെയാണ്. വ്യക്തിയെ പലപ്പോഴും നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഉദാഹരണമായി എടുക്കാറുണ്ട്. ഓരോ അവയവവും മറ്റൊന്നുമായി ബന്ധിതമാണ്. അത് സ്വീകരിച്ചും കൊടുത്തും വാങ്ങിയും അംഗീകരിച്ചും അന്യോന്യം പങ്കുവച്ചുമാണ് ഓരോ അംശവും ശരീരം. അത് എല്ലാ ഭാഗവും അങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്. യശുദ്ധു ബഅ്ലുഹു ബഅ്ല, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയ വാക്ക്. അപ്പം ഈ രൂപത്തിൽ വറാബിത്തു, നിങ്ങൾ ഒരുമിച്ചാകണം, നന്നായിരിക്കണം, യോജിച്ചു പോകണം, ഭിന്നതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഭിന്നതകൾ വരുമ്പോൾ പരസ്പരം ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ രണ്ട് ചേരിയാണെങ്കിൽ രണ്ട് ചേരിയും ക്ഷമ അവലംബിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആ ചേരിതിരിവ് മാറിക്കിട്ടുമെന്നർത്ഥം. വളരെ വലിയൊരു ഉദാഹരണമാണ്. എന്നാൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ലഅല്ലക്കും തുർഹമൂൻ, അതുപോലെ നിങ്ങൾക്ക് വിജയമുണ്ടാകാം, നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹുവിൻ്റെ അംഗീകാരം സിദ്ധിക്കാം എന്നെല്ലാം വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫൽ യതവക്കലിൽ മുത്തവക്കിലൂൻ വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, അപ്പോൾ നിഷേധികൾ പ്രവാചകന്മാരോട് പറഞ്ഞത് ലനുഖ്രിജന്നകും മിൻ അർളിന, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. ഒരു നാട്ടിലും ജീവിക്കാൻ സ്വൈര്യത തരാതെ നിങ്ങളെ ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്യും, ഇല്ലാതാക്കും. നാട് വിട്ടു പോകേണ്ടി വരും. ഈ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങളെ പുറത്താക്കും. ഔല തഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങണം. എങ്ങോട്ട് മടങ്ങണം? ഞങ്ങളുടെ ആചാര ജീവിത രീതിയിലേക്ക്, പൂർവികരിലേക്ക് മടങ്ങണം. അല്ലാതെ നിങ്ങൾ ഈ പുതിയ നയവും ആശയവും ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങണം, ആദർശത്തിലേക്ക് മടങ്ങണം. ആദർശം എന്ന് പറയാൻ കഴിയില്ല, ഒരാശയത്തിലേക്ക് മടങ്ങണം, ആചാരങ്ങളിലേക്ക് മടങ്ങണം. അതല്ലെങ്കിൽ ഈ നാടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അവരിലേക്ക് അവരുടെ റബ്ബ് വഹ്യ് നൽകി. എന്താ വഹ്യ്? അല്ല നുഹ്ലിക്കന്നല്ലാലിമീൻ, അക്രമകാരികളെ നിശ്ചയം നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൽ അത് ദൃഢമായി വിശ്വസിക്കുകയും അതിൽ പ്രവാചകന്മാരെ പിന്തുടരുകയും അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുകയും അതിനപ്പുറം തെളിവുകൾ അന്വേഷിക്കാതെ അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുന്ന മുഅ്മിനുകൾ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യ പ്രതികൂലതകളിൽ സ്വയം ക്ഷമിച്ചും അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചും അള്ളാഹുവിൽ നിന്ന് വിജയം തേടിയും കഴിയുന്ന മുഅ്മിനുകൾ അള്ളാഹു അവരെ ഏറ്റെടുക്കുന്നു എന്നാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതിന് നിങ്ങൾ സ്വയം ക്ഷമിക്കാൻ ശീലമുള്ളവരാകണം, അന്യോന്യം ക്ഷമിക്കുവാനുള്ള സഹകരണ ബുദ്ധി ഉണ്ടാകണം, ഒരുമിച്ച് നിൽക്കാനുള്ളൊരു കെൽപ്പും പ്രാപ്തിയും മുസ്ലിം ലോകം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെയാണ് വളർന്നു വരേണ്ടത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തുന്നു. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ തഖ്വയുള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. പൂർവികർ അമ്പിയാക്കന്മാരെ നിഷേധിച്ചതിൻ്റെ ഒരു പരിഹാസവും ആക്ഷേപവും അവർ മനുഷ്യർ എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടാണ്. വർത്തമാനകാലത്ത് വിശ്വാസികളുടെ സമൂഹമടക്കം മനുഷ്യർ നിഷേധികളാകുന്നത് മനുഷ്യരാണ് എന്ന് അംഗീകരിക്കാതെയാണ്. മനുഷ്യരാണെന്നല്ല, അത് ഉയർത്തിയിട്ട് എത്രത്തോളം ഉന്നതിയിലേക്ക് ഉയർത്താവോ എന്നിട്ട് അത് ഇലാഹാണ്, അള്ളാഹുവാണ് എന്നുവരെയും പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വർത്തമാനകാലത്ത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ലോകത്തിൻ്റെ നിയന്താവ് നമ്മുടെ കേരളക്കരയിൽ വടക്കൻ പ്രദേശത്ത് ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ലോകവും അഖില പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യരുടെ എല്ലാ നൂതന കണ്ടെത്തലുകളും, യാത്രാ വിമാനങ്ങൾ, അതുപോലെ സൂപ്പർസോണിക്കുകൾ, യുദ്ധവിമാനങ്ങൾ, അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്നാണ് പറയുക. അങ്ങനെ പറയുന്നവരൊരു പള്ളി ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് ഇനി മദീനയല്ല, അതിലും ഒരു കുറച്ചുകൂടി പോരിഷ കൂടിയ പള്ളി ഇനി ഇവിടെ വരുന്നത്. അപ്പോൾ കേരളത്തിലുണ്ടാക്കിയൊരു പള്ളിയുടെ വലിപ്പം പറഞ്ഞതാണ്. ഈ പൂർവികർ അമ്പിയാക്കന്മാരെ നിഷേധിച്ച് കാഫറുകളാവുന്നതിൻ്റെ ഒരു കാരണം ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞത് മനുഷ്യർ ആണ് എന്ന ഐബായ രൂപത്തിൽ അത് കണ്ടത്. ഇക്കാലത്തുള്ളവർ പറയുന്നത് അമ്പിയാക്കന്മാർ മനുഷ്യരല്ല എന്നാണ്. അവരുടെ അനുചരരായി ജീവിച്ച ആളുകളിൽ പലർക്കും പല സിദ്ധികളും കഴിവുകളും മഹത്വങ്ങളും ചുമതലകളുമുണ്ട്. അവരപാര കഴിവുകളുള്ളവരാണ്. അമ്പിയാ മുർസലുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഞങ്ങളിലൂടെ ഞങ്ങളുടെ അറിവും സമ്മതവും കൂടാതെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളത് കാണുന്നു, അതാണ് അടയാളം. ഞങ്ങളുടെ ഇച്ഛയനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം കബറടക്കല്ലേ, ഞാൻ വന്ന് ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി അടക്കാറുണ്ടായില്ലല്ലോ. അദ്ദേഹത്തിന് പോലും അറിയില്ല അതങ്ങനെ ഏർപ്പാട്. വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും അക്കാലഘട്ടത്തിൽ വളർന്ന വ്യാപിച്ച രണ്ട് രോഗങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ സിദ്ധ ചികിത്സ എൻ്റെ അടുത്തുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതിയെന്നും പറയാറില്ല. അന്ധരായ ആളുകൾക്ക് കാഴ്ച നൽകുന്നതും അങ്ങനെ തന്നെയാണ്. ഞാനിത് പറഞ്ഞത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പിന്നെ നാവുകളായിട്ട് ഇങ്ങനെ ആളുകൾ പറഞ്ഞാണ് അതിന് പ്രസിദ്ധി ഉണ്ടാക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഒരു നബിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിലൂടെ ഈ അത്ഭുതങ്ങൾ നിറവേറിയത് അള്ളാഹു ഉദ്ദേശിച്ചതിൽ മാത്രമേ ഉള്ളൂ. അത് അവർ പോലും അറിയുന്നില്ല. അവരുടെ സമ്മതപ്രകാരമല്ല, അവരുടെ അംഗീകാരത്തിന് ശേഷം വിളംബരം ചെയ്തതല്ല. അത് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം, നിങ്ങളുടെ സൂക്ഷിപ്പ് വസ്തുക്കളെക്കുറിച്ചുള്ള ശേഖരങ്ങളെക്കുറിച്ചുള്ള വസ്തുതാ വിവരണങ്ങൾ, അന്ധരായ ആളുകൾക്ക് കാഴ്ച തിരിച്ചു നൽകിയത്, രോഗശമനം നടത്തിയത്, ഇതെല്ലാം മഹാനായ ഈസാ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയ വെളിവാക്കിയ അത്ഭുതകരമായ മുഅ്ജിസത്തുകളാണ്. പക്ഷെ അത് പിൽക്കാലത്ത് വന്നപ്പോൾ അതല്ല, അവരൊന്നും അല്ല വിഷയം, ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ നിയന്താക്കൾ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം എത്രയോ വ്യാപകമായിരിക്കുന്നു എന്ന് ചിന്തിക്കാം. കുഫ്രിയത്ത് അംഗീകരിച്ചതിന് എന്തുമാത്രം ന്യായങ്ങളാണ് പറയുന്നത് എന്ന് അംഗീകരിക്കാം. മദീന പള്ളിയും മദീന എന്ന നാമം ഉച്ചരിക്കാനുള്ള യോഗ്യത പോലുമില്ലാത്ത ആളുകളും പ്രദേശങ്ങളും, മദീന എന്നുള്ളൊരു പേര് പറയണ്ടേ,
അത് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഈ പള്ളി, നോളജ് സിറ്റിയിലൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മദീനയിലും ഷറഫുറ്റതായി നിലകൊള്ളുന്നു എന്ന് പറയണമെങ്കിൽ എന്തുമാത്രം തൊലിക്കട്ടി വേണം അവർക്ക്. അത് ചിന്തിക്കാൻ മാത്രം സൂചിപ്പിച്ചതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവും സന്ദർഭവുമാണ് ഇത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ കാര്യം ഉണർത്തിയത്. അതെല്ലാവരെയും അവരവർ അറിവുകളുടെ തുലാസിൽ കേൾക്കുന്ന കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഈമാൻ കാത്തുരക്ഷിക്കേണ്ടവരാകുന്നു എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. 2, ഇന്ന് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കളക്ഷൻ നടത്തുന്ന ദിവസമാണ്. അത് നമ്മുടെ ഈ പഞ്ചായത്തിൽ, കീഴ്മാട് പഞ്ചായത്തിൽ തന്നെയാണ്. PK രതീഷ് എന്നു പേരുള്ള നമ്മുടെ ഒരു സഹോദരൻ രോഗിയായി 5-8 മാസമായി ചികിത്സയിലാണ്. അപ്പോൾ കിഡ്നി റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം, ധനം അതിനാവശ്യം